എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ക്ലിയോപാട്രയെ കുറിച്ചിട്ടാണ്. ക്ലിയോപാട്ര എന്ന് വിളിക്കപ്പെടുന്ന ക്ലിയോപാട്ര ഏഴാമൻ ഏകദേശം 300 വർഷക്കാലം പുരാതന ഈജിപ്ത് ഭരിച്ച ടോളമികൾ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരികളുടെ ഒരു പരമ്പരയിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. ഈജിപ്ത്, സൈപ്രസ്, ആധുനിക ലിബിയയുടെ ഭാഗം, മിഡിൽ ഈസ്റ്റിലെ മറ്റ് പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു സാമ്രാജ്യം ക്ലിയോപാട്ര ഭരിച്ചു. ക്ലിയോപാട്ര ഏഴാമൻ്റെ ആധുനിക ചിത്രീകരണങ്ങൾ അവളെ മികച്ച ശാരീരിക സൗന്ദര്യവും വശീകരിക്കുന്ന കഴിവുകളും ഉള്ള സ്ത്രീയായിട്ട് കാണിക്കുന്നുണ്ട്. ജൂലിയസ് സീസർ, മാർക്ക് ആൻ്റണി എന്നിവരുമായിട്ടുള്ള ക്ലിയോപാട്രയുടെ പ്രണയബന്ധങ്ങൾ നൂറ്റാണ്ടുകളായി കലയിലും സംഗീതത്തിലും സാഹിത്യത്തിലും അനശ്വരമാണ്. എന്നിരുന്നാലും നിരവധി പുരാതന രേഖകളും ചരിത്ര ഗവേഷണങ്ങളും മറ്റൊരു കഥ കൂടി പറയുന്നുണ്ട്. ഈ രേഖകൾ ക്ലിയോപാട്രയെ ഈജിപ്തിലും മറ്റു പ്രദേശങ്ങളിലും ഭരിക്കാനുള്ള അവകാശമുറപ്പിച്ച ബുദ്ധിമതിയായ ബഹുഭാഷാ പണ്ഡിതയായ ഒരു സ്ത്രീ ഫറോവനായിട്ടാണ് വിവരിക്കുന്നത്. അവളുടെ സ്വന്തം സൗന്ദര്യം അവർ പറയുന്നത് പോലെ തന്നെ അതിൽ തന്നെ തികച്ചും സമാനതകളില്ലാത്ത, അവളെ കാണുന്നവരെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ളതോ ആയിരുന്നില്ല. പക്ഷേ അവളുമായിട്ടുള്ള ഇടപെടൽ ആകർഷകമായിരുന്നു. അവളുടെ രൂപവും ചർച്ചയിലെ അവളുടെ പ്രേരണയും കൂടാതെ എല്ലാ കൈമാറ്റങ്ങൾക്കുമൊപ്പമുള്ള അവളുടെ സ്വഭാവം ഉത്തേജകമായിരുന്നു എന്ന് AD 46 to 120 വരെ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനായിട്ടുള്ള പ്ലൂട്ടാർക്ക് എഴുതിയിട്ടുണ്ട്. ക്ലിയോപാട്ര വെറുമൊരു ലൈംഗിക വേട്ടക്കാരി ആയിരുന്നില്ല. തീർച്ചയായും സീസറിൻ്റെ കളിവസ്തുവുമല്ല. കാലിഫോർണിയയിലെ ബെർക്ക്ലി സർവകലാശാലയിലെ ചരിത്ര പ്രൊഫസറായിട്ടുള്ള എറിക് ബ്രൂൺ ക്ലിയോപാട്ര എ സ്ഫിങ്സ് റീവിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവൾ ഈജിപ്ത്, സൈറിൻ, സൈപ്രസ് എന്നീ രാജ്യങ്ങളിലെ രാജ്ഞിയായിരുന്നു. ടോളമിമാരുടെ ദീർഘവും പ്രൗഢിയുള്ളതുമായിട്ടുള്ള രാജവംശത്തിൻ്റെ അനന്തരാവകാശിയുമായിരുന്നു. ടോളമിയുടെ പാരമ്പര്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി റോമിലെ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുകയും റോമിനെ വീണ്ടും കൈകാര്യം ചെയ്യുകയും ചെയ്ത വികാരാധീനയും എന്നാൽ വളരെ സമർത്ഥയുമായിട്ടുള്ള ഒരു സ്ത്രീയാണ് ക്ലിയോപാട്ര എന്ന് ഗ്രുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. ക്ലിയോപാട്ര BC 69 ഒരു പ്രശ്നബാധിത രാജവംശത്തിലാണ് ജനിച്ചത്. മഹാനായ അലക്സാണ്ടറുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച മാസിഡോണിയൻ ജനറലിൽ നിന്നാണ് ടോളമികൾ ജനിച്ചത്. ഏകദേശം 3 നൂറ്റാണ്ടുകളോളം അവർ ഈജിപ്ത് ഭരിച്ചിരുന്നു എങ്കിലും അവരുടെ രാജ്യം റോമിൻ്റെ ശക്തിയാൽ മറഞ്ഞിരുന്നു. കൂടാതെ ഒരു വലിയ ആഭ്യന്തര കലഹവും ഉണ്ടായി. ഒടുവിൽ ക്ലിയോപാട്ര സ്വന്തം സഹോദരനെതിരെ പോരാടുന്നതിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു. ടോളമി 12ാമൻ്റെ മകളും നമുക്കറിയാത്ത ഒരു അമ്മയുമായിരുന്നു ക്ലിയോപാട്ര. ടോളമി 12ാമൻ റോമാക്കാരുടെ കടുത്ത സമ്മർദ്ദത്തിന് കീഴിലായിരുന്നു. അധികാരം നിലനിർത്തുവാൻ BC 80 to 58 ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം പാടുപെട്ടിരുന്നു. BC 58 ടോളമി 12ാമൻ നാടുകടത്തപ്പെട്ടു. ക്ലിയോപാട്ര ട്രിഫൈന, വ്യത്യസ്തമായൊരു ക്ലിയോപാട്ര എന്ന സ്ത്രീ ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. അധികം താമസിയാതെ അവൾ മരണപ്പെട്ടു. അവളുടെ പിൻഗാമിയായി ബെറനിസ് 4ാമൻ എന്ന മറ്റൊരു സ്ത്രീ അധികാരമേറ്റു. BC 55 റോമാക്കാരുടെ പിന്തുണയോടെ ടോളമി 8ാമൻ വീണ്ടും സിംഹാസനത്തിൽ കയറി. 17 വയസ്സുള്ള മകൾ ക്ലിയോപാട്ര ഏഴാമനെ സഹഭരണാധികാരിയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. BC 51 രാജാവ് മരിച്ചതിനു ശേഷം ക്ലിയോപാട്ര തൻ്റെ സഹോദരനും ടോളമി 13ാമനുമായിട്ടുള്ള സിംഹാസനം പങ്കിടണമെന്ന് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി. ടോളമിയെ വീണ്ടും സിംഹാസനത്തിൽ ഇരുത്തി. 17 വയസ്സുള്ള മകൾ ക്ലിയോപാട്ര ഏഴാമനെ സഹഭരണാധികാരിയായിട്ട് സ്വീകരിച്ചു. BC 51 രാജാവ് മരിച്ചതിനു ശേഷം ക്ലിയോപാട്ര തൻ്റെ സഹോദരനും ഭർത്താവുമായിട്ടുള്ള ടോളമി 13ാമനുമായി സിംഹാസനം പങ്കിടണമെന്ന് അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതിപ്പിച്ചു. ടോളമി 13ാമനും അദ്ദേഹത്തിൻ്റെ ഉപദേശകനും ഈ ക്രമീകരണം അംഗീകരിക്കുവാൻ വിസമ്മതിക്കുകയും അവർക്കിടയിൽ യുദ്ധം പുറപ്പെടുകയും ചെയ്തു. ക്ലിയോപാട്ര രാജകൊട്ടാരത്തിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതയായി. ക്ലിയോപാട്രയെ അവളുടെ സിംഹാസനം വീണ്ടെടുക്കുവാൻ സഹായിച്ചത് ജൂലിയസ് സീസർ ആയിരിക്കും. സീസറിന് ക്ലിയോപാട്രയേക്കാൾ 30 വയസ്സ് കൂടുതലായിരുന്നു. ഈജിപ്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് ഒരു അപകടമായിരുന്നു. റോമൻ ജനറൽ പോംപിക്കെതിരെ അദ്ദേഹം ഒരു ആഭ്യന്തര യുദ്ധം നടത്തുകയുണ്ടായിരുന്നു. തുടർച്ചയായ തോൽവികൾക്ക് ശേഷം ടോളമി 13ാമൻ്റെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പോംപി BC 48 ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. യുവ ഫറോവാൻ പോംപിയെ താൻ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നമാണെന്ന് തീരുമാനിക്കുകയും അവനെ വധിക്കുകയും ചെയ്തു.
സീസർ അലക്സാണ്ട്രിയയിൽ ഒരു ചെറിയ സൈന്യവുമായി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പോംപിയുടെ തല സമ്മാനിച്ചു. അയാൾ സന്തുഷ്ടനാണെന്ന് പറയപ്പെട്ടു. ചരിത്രത്തിൽ നഷ്ടപ്പെട്ട കാരണങ്ങളാൽ ഈജിപ്തിൽ തുടരാനും ടോളമി 13 ക്ലിയോപാട്രയും തമ്മിലുള്ള തർക്കം കൈകാര്യം ചെയ്യുവാനും സീസർ തീരുമാനിച്ചു. റോം അതിൻ്റെ ധാന്യ വിതരണത്തിനായി ഈജിപ്തിനെ ആശ്രയിച്ചത് കൊണ്ടാകാം സ്ഥിരതയുള്ള ഈജിപ്ത് റോമിൻ്റെ താൽപ്പര്യമായിട്ട് സീസർ കണ്ടത്. ഈജിപ്തിൻ്റെ ഏക ഭരണാധികാരിയായി സീസറിനെ അംഗീകരിക്കുവാൻ ടോളമി 13 ശ്രമിച്ചു. അദ്ദേഹത്തെ കാണുന്നതിൽ നിന്ന് ക്ലിയോപാട്രയെ വിലക്കിയിരുന്നു. എന്നിരുന്നാലും ക്ലിയോപാട്ര അലക്സാണ്ട്രിയയിലെ കൊട്ടാരത്തിലേക്ക് ഒളിച്ചോടുകയും സീസറിനോട് തൻ്റെ കേസ് വിജയകരമായി വാദിക്കുകയും ചെയ്തു. ടോളമി 13 അത്ഭുതപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്ത ഒന്നായിരുന്നു ഇത്. പ്ലൂട്ടാർക്ക് പറയുന്നതനുസരിച്ച് അവൾ സ്വയം കൊട്ടാരത്തിനുള്ളിൽ ഒരു ബെഡ് ചാക്കിൽ ചുരുട്ടിക്കൊണ്ടിരുന്നു. ഇത് ചിലപ്പോൾ പരവതാനി അല്ലെങ്കിൽ റഗ് എന്നും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള വാക്കാണ്. അപ്പോളോഡോറസ് എന്നു പേരുള്ള ഒരു സഹായി ബെഡ് ചാക്ക് ഒരു ചരട് കൊണ്ട് കെട്ടി വീടിനകത്ത് സീസറിലേക്ക് കൊണ്ടുപോയി എന്ന് പ്ലൂട്ടാർക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ക്ലിയോപാട്രയെ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയത് ഇതുപോലെയാണോ എന്നത് ആധുനിക കാലത്തെ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ചർച്ചാ ഉറവിടമാണ്. പെലൂസിയത്തിൽ കുടുങ്ങിയ തൻ്റെ സഹോദരിക്ക് സീസറിനു മുന്നിൽ തൻ്റെ കേസ് വാദിക്കുവാൻ കഴിയില്ലെന്ന അറിവിൽ സുരക്ഷിതനായ സന്തുഷ്ടനായ ആൺകുട്ടി അന്നു രാത്രി ടോളമി 13 ഉറങ്ങാൻ കിടന്നു എന്ന് ഈജിപ്റ്റോളജിസ്റ്റായിട്ടുള്ള ജെയ്സ് ടൈൽസ്റ്റി തൻ്റെ ക്ലിയോപാട്ര ഈജിപ്തിലെ അവസാന രാജ്ഞി എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ അവൻ ഉണർന്നു. തൻ്റെ സഹോദരി എങ്ങനെയോ കൊട്ടാരത്തിൽ എത്തിയെന്ന് കണ്ടെത്തി. അവൾ ഇതിനകം സീസറുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. മാത്രമല്ല അവളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നും ടൈൽഡെസ്ലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. സീസർ ക്ലിയോപാട്രയെ രക്ഷിച്ച് അധികാരത്തിൽ തിരിച്ചെത്തി. ഇരുവരും അടുത്തിടപഴകുകയും സിസേറിയൻ എന്ന പേരിൽ ഒരു മകൻ ജനിക്കുകയും ചെയ്തിരുന്നു. ഈ സിസേറിയൻ എന്ന മകൻ ഒരിക്കലും തൻ്റെ മകനാണെന്ന് സീസർ അംഗീകരിച്ചിരുന്നില്ല. BC 47 പരാജയപ്പെട്ട ഒരു കലാപത്തിൽ ടോളമി 13 മരിച്ചു. അദ്ദേഹത്തിൻ്റെയും ക്ലിയോപാട്രയുടെയും ഇളയ സഹോദരൻ ടോളമി 14 സഹഭരണാധികാരിയായിട്ട് നിയമിച്ചു. സീസറിൻ്റെ മകൻ്റെ അമ്മയായത് ക്ലിയോപാട്രയ്ക്ക് കൂടുതൽ ശക്തി നൽകി. ഒടുവിൽ ക്ലിയോപാട്രയുടെ സഹഭരണാധികാരിയായിട്ട് ഈ കുട്ടി മാറുകയും ചെയ്തു. ടൈൽഡെസ്ലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു മകൻ്റെ അരികിൽ ക്ലിയോപാട്ര 7 ഒരു സ്ത്രീ രാജാവിൻ്റെ വേഷം സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ചിന്തയും ഉപേക്ഷിക്കുകയും പകരം ഒരു അർദ്ധ ദൈവിക മാതാവ് എന്ന നിലയിൽ ശക്തമായ പുതിയ ഐഡൻറ്റിറ്റി വളർത്തിയെടുക്കുകയും ചെയ്യും. അവളുടെ ഈജിപ്ഷ്യൻ അവളുടെ ഗ്രീക്ക് പ്രജകൾക്ക് തൽക്ഷണം തിരിച്ചറിയാൻ കഴിയും എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അവളുടെ പിതാവിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തിൽ ക്ലിയോപാട്ര ഒരു ദേവതയായി മാറിക്കഴിഞ്ഞിരുന്നു. BC 44 ജൂലിയസ് സീസർ കൊല്ലപ്പെട്ടതോടെ ക്ലിയോപാട്ര ഒരു മോശം അവസ്ഥയിലായി മാറി. കൊലപാതകം നടക്കുമ്പോൾ അവൾ റോമിൽ ആയിരുന്നുവെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ഈജിപ്തിലേക്ക് മടങ്ങിയെന്നും പുരാതന എഴുത്തുകാർ പറയുന്നുണ്ട്. സീസറിൻ്റെ വധം സംഘടിപ്പിച്ചവർക്കെതിരെ മാർക്ക് ആൻ്റണിയുടെയും ഒക്ടോവിയൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യങ്ങൾ തമ്മിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അവർ വിജയിച്ചതിനു ശേഷം റോമൻ റിപ്പബ്ലിക്കിൻ്റെ പടിഞ്ഞാറൻ പകുതി ഒക്ടേവിയൻ ഭരിക്കുകയും കിഴക്ക് മാർക്ക് ആൻ്റണി ഭരിക്കുകയും ചെയ്തു. BC 44 ജൂലൈയിൽ ക്ലിയോപാട്ര അവളുടെ സഹഭരണാധികാരിയും ഇളയ സഹോദരനും ഭർത്താവുമായിട്ടുള്ള ടോളമി 14 കൊല്ലുകയും സിസേറിയൻ ഈജിപ്തിൻ്റെ സഹഭരണാധികാരിയായി മാറുകയും ചെയ്തു. BC 41 അവളുടെ സഹോദരി ആർസിനോ 4 അവൾ കൊന്നു. BC 41 കിഴക്ക് ആൻ്റണി അധികാരമേറ്റ ശേഷം സീസറിൻ്റെ കൊലയാളികളോട് പോരാടുമ്പോൾ തൻ്റെ സൈന്യത്തിന് പിന്തുണ നൽകാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യം ചെയ്യാൻ അദ്ദേഹം ക്ലിയോപാട്രയെ ഏഷ്യ മൈനറിലേക്ക്, ഇന്നത്തെ തുർക്കിയിലേക്ക് വിളിച്ചു വരുത്തി. ഘാതകരെ ആക്രമിക്കാൻ താൻ ഒരു കപ്പൽ കൂട്ടം കൂട്ടിയിട്ടുണ്ടെന്നും എന്നാൽ അതിന് യഥാസമയം യുദ്ധക്കളത്തിലെത്താൻ സാധിച്ചിരുന്നില്ല എന്നുമാണ് ക്ലിയോപാട്ര മാർക്ക് ആൻ്റണിക്ക് നൽകിയ ഉത്തരം. ആൻ്റണി അവളുടെ ബുദ്ധിശക്തിയും രൂപഭാവവും കണ്ട് ഞെട്ടി. അയാൾക്ക് 40 വയസ്സ് പ്രായമുണ്ടായിരുന്നുവെങ്കിലും അവൻ ഒരു ചെറുപ്പക്കാരനെ പോലെ അവളെ ആകർഷിച്ചു. AD 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയ വരികളാണ് ഇവ. ആൻ്റണി ഒരിക്കൽ എല്ലാ കാര്യങ്ങളിലും കാണിച്ച തീവ്രമായ താല്പര്യം പെട്ടെന്ന് മങ്ങി. ക്ലിയോപാട്ര നിർദ്ദേശിച്ചതെന്തും മനുഷ്യൻ്റെയോ പ്രകൃതിയുടെയോ നിയമങ്ങൾ കണക്കിലെടുക്കുവാതെ മാർക്ക് ആൻ്റണി ചെയ്തു. ക്ലിയോപാട്രക്കും മാർക്ക് ആൻ്റണിക്കും 3 മക്കളുണ്ടായി. BC 40 അലക്സാണ്ടർ, ഹീലിയോസ്, ക്ലിയോപാട്ര, സെലീൻ എന്നീ ഇരട്ടകളും BC 36 മൂന്നാമത്തെ കുട്ടിയായിട്ടുള്ള ടോളമി ഫിലാഡൽഫസും. ഏകദേശം 40 BCക്കും BC 36 റോം പാർത്യരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു.
ആൻ്റണി ക്ലിയോപാട്രയെ സഹായിക്കാൻ സാധനങ്ങൾ അയച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ റോമൻ സൈന്യത്തെ നയിച്ചു. ക്ലിയോപാട്രയ്ക്കൊപ്പം കുട്ടികളുണ്ടായിരുന്നിട്ടും ആൻ്റണി നിയമപരമായി ഒക്ടേവിയൻ്റെ സഹോദരിയായിട്ടുള്ള ഒക്ടോവിയയെ വിവാഹം കഴിച്ചു. BC 35 ആൻ്റണിയുമായി വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന ഒക്ടോവിയ അലക്സാണ്ട്രിയയിൽ എത്തിയെങ്കിലും ആൻ്റണി അവളോട് റോമിലേക്ക് മടങ്ങാൻ പറഞ്ഞു. ഒക്ടോവിയയോടുള്ള ആൻ്റണിയുടെ പെരുമാറ്റത്തിൽ ഒക്ടോവിയൻ അസ്വസ്ഥനായിരുന്നു. ഒക്ടോവിയൻ സീസർ ഒക്ടോവിയയ്ക്ക് ബഹുമതികൾ ലഭിച്ചു. ഇത് ആൻ്റണിയുടെ പെരുമാറ്റം പരസ്യപ്പെടുത്തുകയും റോമിൽ അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഒരു ഹിസ്റ്റോറിയനായിട്ടുള്ള സ്ട്രോസ് പറയുന്നുണ്ട്. ആൻ്റണിയും ഒക്ടോവിയയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും BC 32 ഇരുവരും ഔദ്യോഗികമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആൻ്റണിയും ഒക്ടോവിയനും തമ്മിലുള്ള ബന്ധം വഷളാവുകയും BC 32 ഇരുവരും ഔദ്യോഗികമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ യുദ്ധമാണ് ആക്ടിയം യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ വിജയം കൈവരിച്ചത് ഒക്ടോവിയൻ ആയിരുന്നു. യുദ്ധം ആൻ്റണിയുടെയും ക്ലിയോപാട്രയുടെയും വിധി മുദ്രകുത്തുകയും ചെയ്തു. കടലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒക്ടോവിയനോടൊപ്പം അദ്ദേഹം ഈജിപ്തിൽ സൈന്യത്തെ ഇറക്കുകയും ഈജിപ്തിൻ്റെ തലസ്ഥാനമായ അലക്സാണ്ട്രിയയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. കരയിലെ ഒരു ചെറിയ യുദ്ധത്തിൽ വിജയിക്കാൻ ആൻ്റണിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിലും അവനും ക്ലിയോപാട്രയും പ്രധാനമായിട്ടും കുടുങ്ങി എന്ന് തന്നെ പറയാം. ക്ലിയോപാട്ര ആത്മഹത്യ ചെയ്തുവെന്ന് തെറ്റായി കേട്ട ആൻ്റണി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം പ്ലൂട്ടാർക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്, നിന്നെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് വേദനയില്ല, കാരണം നീ ഉള്ളിടത്ത് ഞാനും ഉണ്ടാകും. പക്ഷേ ഒരു കമാൻഡർ എന്ന നിലയിൽ ഒരു സ്ത്രീയേക്കാൾ താഴ്ന്നവനാണ് ഞാനെന്ന് വെളിപ്പെടുത്തുന്നത് എന്നെ വേദനിപ്പിക്കുന്നു എന്നാണ്. ആൻ്റണി സ്വയം കുത്തി മുറിവേൽപ്പിക്കുന്നു. അതിനുശേഷം അയാളെ എടുത്തിട്ട് ക്ലിയോപാട്രയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവൾ അവനെ ശവകുടീരത്തിൽ സ്വീകരിച്ച് ഒരു കട്ടിലിൽ കിടത്തി എന്നാണ് പ്ലൂട്ടാർക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത്. ഒക്ടോവിയൻ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ക്ലിയോപാട്ര ഒക്ടോവിയനുമായിട്ട് ന്യായവാദം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവളെ റോമിലേക്ക് കൊണ്ടുപോയി ഒരു തരം യുദ്ധ ട്രോഫിയായിട്ട് പരേഡ് ചെയ്യുമെന്ന് വ്യക്തമായ ക്ലിയോപാട്രയ്ക്ക് ഈ വിധി അസഹനീയമാണെന്ന് തോന്നി. അങ്ങനെ അവൾ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൾ പാമ്പുകളെ അവളുടെ ഞരമ്പുകളിൽ കയറ്റിയാണ് മരണത്തിലേക്ക് വഴുതി വീഴുന്നത്. പുരാതന ചരിത്രകാരന്മാരായിട്ടുള്ള സ്യൂട്ടോണിയോസ്, പ്ലൂട്ടാർക്ക് എന്നിവർ ആൻ്റണിയെയും ക്ലിയോപാട്രയെയും ഒരുമിച്ച് ഒരു ശവകുടീരത്തിനുള്ളിൽ അടക്കം ചെയ്തുവെന്ന് അവകാശപ്പെടുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.